ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചില ദിവസങ്ങൾ നമ്മൾ ലഞ്ച് കാണിക്കാറുണ്ട്, ഡിന്നർ കാണിക്കാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടൈമായിരിക്കും വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആണ് ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി എടുക്കാമെന്ന്. നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ ഓൾറെഡി മുന്നേക്ക് കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഇവിടെ പൊറോട്ട കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ നോർമൽ മൈദ മാവുള്ള പൊറോട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മൈദ മാവ്, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം സോഡാപ്പൊടിയും കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തലേ ദിവസം തന്നെ ഒന്ന് രാത്രി ഒരു 10-11 മണിയായിട്ടോ കുഴച്ച് വെച്ചപ്പോഴത്തേക്ക് മാവ് നല്ലോണം ഒന്ന് കുഴച്ചൊന്ന് ഒരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തടവിന് ശേഷം ഒരു നനഞ്ഞ തുണിയിട്ട് അടച്ച് നമ്മൾ പിറ്റേ ദിവസം വരെ വെച്ചിരുന്നതാണ്. അടുത്ത ദിവസം വരെ രാത്രി വയ്ക്കുന്നു. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നു. പിന്നെ രാവിലെ എണിച്ച് കിച്ചണിലോട്ട് വന്ന പാടയിൽ തന്നെ അത് ചെറിയ ചെറിയ ബോൾസാക്കി ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് പാം ഓയിലാണ്. പാം ഓയിലും ഡാൽഡയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലൊഴിച്ച് ആ ഒരു ബോൾസ് ഒന്ന് മുക്കിയൊന്ന് വെക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതൊഴിച്ച് ഒന്ന് വെച്ചാലും മതി കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇതുപോലെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ചൊരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു ചിക്കൻ കറിയും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു തരാം കേട്ടോ, പുതിയ പാത്രം. ഇൻഡസ് വാലിയുടെ കേട്ടോ. അപ്പോൾ അതൊരു 2,700 വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക റേറ്റ് എത്ര എന്നുള്ള ചിലരിങ്ങനെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ചോദിക്കാറുണ്ടാണ് പറഞ്ഞത് ഞാൻ. അപ്പോൾ അതൊന്ന് ഞാൻ ചൂടാക്കിയിട്ട് എൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നുണ്ട്. ആ സ്റ്റിക്കറൊക്കെ ഞാൻ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണം ചൂടായി വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല രീതിയിൽ ഹൈ ഹീറ്റിൽ തന്നെ ഇത് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സവാളയൊക്കെ അരിഞ്ഞാലും അടിക്കൊന്നും പിടിക്കാതെ തന്നെ അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് സഹായിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ കുറച്ച് നാളായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പല പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഞാൻ നന്നായിട്ട് പാത്രം ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കും. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ചൂടാക്കിയിടണം. നമ്മൾ സാധാരണ ഒരു പാത്രം ചൂടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഹീറ്റാക്കി എടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് ചൂടായി വിട്ടിട്ടുള്ള ഒരു പാനിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഒരു 3 സവാള ഒന്ന് സ്ലൈസ് ആക്കിയതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിൻ്റെ അടപ്പുകൊണ്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഒന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ മസാല തന്നെയാണ്. മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ രാവിലെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ ക്ലീനിങ്ങും പിന്നെ മസാല പുരട്ടലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടും പിന്നെ അതിൻ്റെ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ പാനിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഹൈ ടു മീഡിയം ഫ്ലെയിം, തീരെ അങ്ങ് ലോ ആക്കാറില്ല. ഹൈ ടു മീഡിയം ഫ്ലെയിം. ആദ്യത്തെ ഒരു 10-12 മിനിറ്റ് ഹൈ ഫ്ലെയിമിലേക്കും പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിന്നെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതായത് ചിക്കൻ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാറുണ്ട് കേട്ടോ സാധാരണ. എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിനി കറിയും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് ആ സവാള ഒന്ന് നന്നായിട്ടൊന്നും റെഡി ആയിട്ടില്ല, എങ്കിലും ഏകദേശം ഒരുവിധമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 1 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ആ ഒരു കറിയുടെ അളവ്. 10-12 ചെറിയുള്ളിയും ഒരു 4-5 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, ചെറുതാണേ. പിന്നെ വലിയ വെളുത്തുള്ളി കാണുന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ തന്നെ ധാരാളം മതിയാകും. ചെറുതാണ്ട് ഒരു 3 വെളുത്തുള്ളി ചതച്ച്, പിന്നെ ഒരു പീസ് അത്യാവശ്യം ഇപ്പോൾ ഒരു പീസ് ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുത്താൻ കേട്ടോ. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബിരിയാണിക്ക് എന്നാലും ഒരു കറിയൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ നല്ലതായിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ അതിന് അത്രത്തോളം ടേസ്റ്റ് വരണമെന്നില്ല, ആ ഒരു ഫ്ലേവറും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ചതച്ച് ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു
ഒരു കൂട്ട് മൊത്തത്തിലൊന്നും മൊരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു കറിയുടെ ഒരു ടേസ്റ്റും പാകവും എന്നൊക്കെ പറയുന്നത്. എണ്ണ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്കൊരു ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയാണ്, അത്യാവശ്യം നല്ലോണം പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ നോർമലി ചിക്കൻ കറി മട്ടൻ കറി ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തക്കാളി എങ്ങനെ ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴും മാത്രമുണ്ട്, തോന്നുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. ഇട്ടെന്ന് പറഞ്ഞ് എക്സ്ട്രാ ഓവർ ടേസ്റ്റും ഉണ്ടാവില്ല, എന്നാൽ കുറയത്തില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല കേട്ടോ തക്കാളി ഇടുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ ഇടുന്ന ഒരു സാധനമാണ് ഈ ഒരു തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഉപ്പ് കൂടിപ്പോയാലും പകുതി തക്കാളിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, എങ്കിലും തക്കാളി ഇടാം എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം ഒരു തക്കാളി ഇട്ടതാണേ. അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിക്ക് ഏകദേശം ഒന്ന് ഉടഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്, 1 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്തെടുക്കുക. ഞാൻ കുറച്ച് മഞ്ഞളും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത്. അപ്പം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി. ചില സമയത്ത് നമുക്ക് ചിക്കൻ്റെ ഒരു സ്മെല്ല് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടാറില്ല. അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്കിന്ന്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും മഞ്ഞളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നത്. കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു മസാലയും ചിക്കനൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചിക്കനും മസാല എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്തേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഗരം മസാല പൊടി എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. ഈ ഒരു ഗരം മസാലയിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകമൊക്കെ ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഗരം മസാലയിൽ വേറെ തക്കോലം, ജാതിപത്രി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാറില്ല. ഇത്ര ഐറ്റംസാണ് ഞാൻ പൊതുവേ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് 3ഉം കൂടെയാണ് സാധാരണ പൊടിച്ച് വയ്ക്കുന്നത്. ഇനി ഈ ഒരു പെരിഞ്ജീരകം കുരുമുളക് എക്സ്ട്രാ ചേർക്കുന്നത് ബിരിയാണിക്കും കൂടെ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലുണ്ട്. അപ്പോൾ ഒരു ബിരിയാണി മസാല അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണിക്ക് നമ്മളിനി വേറെ പൊടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് തന്നെ എടുക്കാം. ഗരം മസാല ആയിട്ട് ഉപയോഗിക്കാം. നോർമൽ ഗരം മസാല എന്ന് പറയുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് 3ഉം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച് നമ്മൾ അത് ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണവും പ്രത്യേക ഒരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ചെയ്യുന്നൊരു രീതി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ട ആയതുകൊണ്ടേ കുറച്ച് കുതിർത്തിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിരിക്കും, എങ്കിലും കുറച്ച് കറി ഇഷ്ടമാണ്. പൊറോട്ടയിൽ ഇങ്ങനെ എപ്പോഴും കറി ഇങ്ങനെ കുതിർത്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഞാൻ പൊറോട്ട ഓരോ ബോൾസ് വീതം എടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി ഒന്ന് പരത്തി എടുത്തിട്ടാണ് പിന്നെ വീശിയെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് വീശിയെടുത്താലും മതി. ഇങ്ങനെ വീശാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചപ്പാത്തി കോരി വെച്ചിട്ട് തന്നെ നല്ല തിന്നിൽ ലെയറായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാകും. രണ്ടായാലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒന്ന് വീശിയൊന്ന് എടുക്കുന്നതാണേ. ജസ്റ്റ് ചപ്പാത്തി കോരി വെച്ച് ഞാൻ പരത്താറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് എന്നെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വീശിയെടുക്കാറുണ്ട്. പിന്നെ മാവ് നമ്മളിങ്ങനെ വീശി ഇതുപോലെയൊക്കെ നല്ല നൈസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് അതുപോലെ പാകമായിരിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചൊന്ന് വെക്കണം. കുറഞ്ഞത് നമ്മൾ സാധാരണ പെട്ടെന്ന് പൊറോട്ടയൊക്കെ തയ്യാറാക്കി എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ആക്കാനായിട്ട് വെച്ചാൽ അത്രയ്ക്ക് നല്ലത്. ഇപ്പോൾ നമ്മൾ രാത്രിയാണ് ചിലപ്പോൾ രാത്രി ഡിന്നറിനോട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു വൈകുന്നേരത്തെ സമയത്ത് അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒന്ന് മാവൊന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആകുമ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വീശി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഒന്ന് റെഡിയായി വരുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം. ഇത് അവസാനം കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുതിയ പാത്രത്തിലെ ചിക്കൻ കറിയാണ്. ചിക്കൻ ഫ്രൈയും ഇതിനിടയ്ക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ചിക്കൻ കറി ഇടയ്ക്കിടയ്ക്ക് നടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് സ്റ്റീലിൻ്റെ പാത്രം കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് അടിക്കൊക്കെ ഒന്ന് പിടിച്ച് പോയാലോ എന്നുള്ളൊരു പേടി കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. വലിയ സീനില്ലായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ പൊറോട്ട ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം
അത് ഞാൻ ഒന്ന് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തിയിട്ട് നല്ല ചൂടായിട്ടുള്ള ചട്ടിയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് പെട്ടെന്നായിട്ട് ചുട്ടെടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഈ ഒരു പൊറോട്ട ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പാടില്ല. എങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും കേട്ടോ പൊറോട്ട. അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല ചട്ടിക്ക് ചൂട് കൂടുതലാകുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് ആ ഒരു ചട്ടിയിലോട്ടൊന്ന് ഒഴിച്ചെടുത്താൽ മതി. അപ്പം ചൂട് നല്ല രീതിയിലൊന്ന് ക്രമീകരിച്ച് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് ഒരു ചൂടോട് കൂടി തന്നെ ഇങ്ങനെ അടിച്ചെടുക്കണേ. അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ ഒന്ന് കിട്ടുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് പൊറോട്ട. ഇതുപോലെ ഒന്ന് 2 എണ്ണം വീതം റെഡിയാക്കി ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ചൂട് പാത്രത്തിലൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചൂടോട് കൂടി തന്നെ ഒരു പൊറോട്ടയും പിന്നെ ആ ഒരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ കട്ടൻ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും റെസിപ്പിയൊക്കെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.